ഹലോ മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 മാത്സിലെ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പൊ കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. കോണിക് സെക്ഷൻ എന്ന് പറയുന്ന 4 ടൈപ്പ് കോണിക് സെക്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കിള്, പിന്നെ പരാബോള, അതേപോലെ തന്നെ എലിപ്സ്, ഹൈപ്പർബോള. ഈ 4 കോണിക് സെക്ഷൻസ് ഉണ്ട്. അതിന്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് പഠിച്ചാൽ ഇത് എല്ലാ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സർക്കിളിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ കോണിക് സെക്ഷൻ ആണ് നമ്മൾ എന്ത്, സർക്കിളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർക്കിൾ എന്ന് പറയുന്നത് അറിയാം, ഒരു ഫിക്സഡ് പോയിന്റിന്ന് ഒരേ ഡിസ്റ്റൻസിൽ കിടക്കുന്ന കുറെ പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഷേപ്പാണ് എന്ന് പറയുന്നത് സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിളിനൊപ്പം റേഡിയസ് ഉണ്ട്. അതേപോലെ ആ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ എന്ന് വിളിക്കും സെന്റർ ഓഫ് ദി സർക്കിൾ എന്ന് വിളിക്കും. ആ സെന്ററിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ കിടക്കുന്ന കുറെ പോയിന്റുകൾ ഉണ്ടാകും. അതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് സർക്കിൾ എന്ന് പറയുന്നത്. ആ ഒരേ ഡിസ്റ്റൻസിന് എന്താണ് നമ്മൾ പറയുന്നത്, റേഡിയസ് എന്ന് പറയും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ O എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R വെച്ച് ഡിനോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സർക്കിളിന് 2 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. അതായത് സർക്കിൾ പാസ് ചെയ്ത് പോകുന്ന ഒരു സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാകും, അതേപോലെ തന്നെ റേഡിയസ് ഉണ്ടാകും. സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് വരക്കുന്ന ലെങ്ത് ആണെന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ സെന്ററിത്ത 2 പോയിന്റ്സ്, അതായത് സെന്ററിന്റെ 2 കോർഡിനേറ്റുകളാണ് ഏതൊക്കെ, എച്ചും കെയും. സെന്ററിന്റെ കോർഡിനേറ്റ്സ് എച്ചും കെ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സും വൈ എന്ന് പറയുന്നത് സർക്കിൾ പാസ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും 2 പോയിന്റ്സ് ആണെന്ന് വിചാരിക്കുക. എക്സ്, വൈ എന്ന് പറയുന്നത് സർക്കിൾ പാസ് ചെയ്ത് പോകുന്ന ഒരുപാട് പോയിന്റ് ഉണ്ടാകും. അതിലത്തെ ഒരു പോയിന്റ് ആണ് എക്സും വൈ എന്ന് എടുത്തേക്കുന്നത്. സെന്റർ ആയിട്ട് എടുത്തേക്കുന്നത് സെന്ററിന്റെ കോർഡിനേറ്റ് O എന്ന് പറയുന്ന സെന്റർ ഉണ്ട്. സെന്ററിന്റെ കോർഡിനേറ്റ് എച്ചും കെ എന്നും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടും ഉള്ള ഇക്വേഷൻ ആണ്, സർക്കിളിന്റെ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത് x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൽ ഓർഡേർഡ് പെയർ h k എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, സെന്ററിനെ ഡിനോട്ട് ചെയ്യുന്നതും r എന്ന് പറയുന്നത് എന്താണ്, റേഡിയസും ആണ്. ഓക്കെ ആണല്ലോ. എച്ചും കെ എന്ന് പറയുന്നത് എന്താണ്, സർക്കിൾ പാസ് ചെയ്ത് പോകുന്ന ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് എക്സും വൈ എന്ന് പറയുന്നത്. ഇത് ഒരു ഇക്വേഷൻ. ഇനി അടുത്ത രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് എന്തെന്നാ, ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും തന്നെയാണ് എന്ത്, ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതായത് x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്നുള്ളതിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ സർക്കിളിന്റെ. എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സർക്കിളിന്റെ ഇക്വേഷൻ. ഇനി ഇങ്ങനെയാണ് സർക്കിളിന്റെ ഇക്വേഷൻ, ഈ ഫോർമാറ്റിലാണ് സർക്കിളിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നതെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് സെന്റർ ഈക്വൽ ടു -g - f ഉം, അതേപോലെ റേഡിയസ് എന്ന് പറയുന്നത് √g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c എന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് സെന്റർ കണ്ടുപിടിക്കുന്നത്, ജിയുടെ വാല്യൂവിന്റെ എഫിന്റെ വാല്യൂവിന്റെ നെഗറ്റീവ് വാല്യൂസ് എടുക്കുക, ഓർഡേർഡ് പെയർസ് ആക്കി എഴുതുക. അതായത് സെന്റർ എന്ന് പറയുന്നത് -g - f എന്നായിരിക്കും. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് √g സ്ക്വയർ പ്ലസ് f സ്ക്വയർ മൈനസ് c എന്ന് പറയുന്നതായിരിക്കും. ഈ 2 ഇക്വേഷൻസ് ആണ് സർക്കിളിന്റെ 2 ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്നാണ് ഒന്നാമത്തെ ഇക്വേഷൻ എഴുതിയത്. ഇനി നമ്മൾ വരയ്ക്കുന്ന സർക്കിള് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ, അതായത് സർക്കിളിന്റെ സെന്റർ 0 0 എന്നാണെങ്കിൽ ഈ എച്ചിന്റെയും കെയുടെയും വാല്യൂ എന്തായി മാറും, 0 എന്ന് വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്ന് വരും സർക്കിളിന്റെ ഇക്വേഷൻ. എപ്പോഴാണ് സർക്കിൾ പാസ് ചെയ്ത്, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്
0 ആണെങ്കിൽ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും. അപ്പൊ എന്തായിരിക്കും എക്സ് മൈനസ് 0 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും. ഇത് മറ്റൊരു ഇക്വേഷൻ ആണ് സർക്കിളിന്റെ. ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റൊരു ഇക്വേഷൻ ആണ്. അത് എപ്പോ മാത്രമായിരിക്കും? സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്തായിട്ട് വരണം? 0 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ, സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് 0 ആണെങ്കിൽ മാത്രം സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നായിരിക്കും. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട രണ്ട് ഇക്വേഷൻസ് എന്തൊക്കെയാണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതിൽ ഓർഡേർഡ് പെയർ എച്ച് കെ എന്ന് പറയുന്നത് സെന്ററും ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസും ആണ്. ഇനി രണ്ടാമത്തെ സർക്കിളിന്റെ ഇക്വേഷൻ പഠിക്കേണ്ടത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് സർക്കിളിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. അതിൽ സെന്റർ എന്ന് പറയുന്നത് മൈനസ് ജി മൈനസ് എഫും ആർ റേഡിയസ് എന്ന് പറയുന്നത് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി എന്നുമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. അതായത് ഒരു സർക്കിളിന്റെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ. ആ സർക്കിളിന്റെ ഇക്വേഷനിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 8 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 81. നമുക്കറിയാം സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണ് സർക്കിള്? എക്സ് മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 8 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ളത്. ആർ സ്ക്വയർ എന്നുള്ളത് എത്രയാണ്? 81 ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എച്ച് കെ എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷൻ പ്രകാരം എന്ത്? സർക്കിളിന്റെ സെന്റർ. ഇവിടെ എച്ച് കെ എന്ന് പറയുമ്പോൾ എച്ചിന്റെ പ്ലേസിൽ ഇതാണ് എന്തെന്ന് പറയുന്നത്? സെന്റർ, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് ഇവിടെ എച്ചിന്റെ പ്ലേസിൽ എത്രയാണ് കിടക്കുന്നത്? 6. കെയുടെ പ്ലേസിൽ എന്താണ് കിടക്കുന്നത്? 8. അപ്പൊ സെന്റർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 6ഉം 8ഉം ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇവിടെ ആർ സ്ക്വയർ, റേഡിയസിനാണ് നമ്മള് ആർ എന്ന് പറയുന്നത് അല്ലെ. റേഡിയസ് ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ തന്നേക്കണത് എന്താണ്? ആർ സ്ക്വയർ ആണ് എന്ത്? 81 എന്ന് തന്നേക്കണത്. റേഡിയസിന്റെ സ്ക്വയർ ആണ് ഇക്വേഷനിൽ ഉള്ളത് അല്ലെ. അപ്പൊ അതിൽ എന്ത് കാണണം? ആർ കണ്ടുപിടിക്കണം, അതായത് റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ സ്ക്വയർ കളയുമ്പോൾ ഈ സൈഡിൽ എന്തെടുക്കണം? റൂട്ട് എടുക്കേണ്ടി വരും. അപ്പൊ റൂട്ട് 81 എന്ന് കിട്ടും. ആർ എന്ന് പറയുന്നത് റൂട്ട് 81 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആയിട്ട് ആൻസർ കിട്ടും. പ്ലസ് ഓർ മൈനസ് 9 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതായത് റേഡിയസ് എന്ന് പറയുന്നത് 9 എന്നും കിട്ടും, സെന്റർ എന്ന് പറയുന്നത് എത്രയെന്നും കിട്ടും? 6ഉം 8ഉം ആണെന്ന് കിട്ടും. ഏത് ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയേ. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്? ഫൈൻഡ് സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 12x പ്ലസ് 14y പ്ലസ് 8 ഈക്വൽ ടു 0. അതായത് ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 12x പ്ലസ് 14y പ്ലസ് 8 ഈക്വൽ ടു 0. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് തന്നേക്കുന്നത്. നമുക്കറിയാം ഇങ്ങനെ ഇത്തിരി വലിയ ഇക്വേഷൻ ഉള്ളത് ഏതായിരുന്നു? സർക്കിളിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് അല്ലെ. രണ്ടാമത്തെ ഇക്വേഷൻ ഇതേപോലെ ഇത്തിരി വലിയ ഇക്വേഷൻ ആയിരുന്നു. അപ്പൊ ആ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെ. അപ്പൊ നോക്കിയേ, ഓരോന്നിന്റെ പ്ലേസിലായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. എക്സ് സ്ക്വയറിന്റെ താഴെ എക്സ് സ്ക്വയർ എഴുതി അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ട്. ഈ ഇക്വേഷൻ പ്രകാരം, ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇവിടെ എച്ച് കെ എന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നാമത്തെ ഇക്വേഷനിലാണ് സർക്കിളിന്റെ സെന്റർ എന്ത് വരുന്നത്? എച്ച് കെ വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? മൈനസ് ജി മൈനസ് എഫ് ആണ് എന്ത്? സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അതേപോലെ റേഡിയസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി എന്നാണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് എന്തായിരിക്കണം? ഇവിടെ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 12x പ്ലസ് 14y പ്ലസ് 8 ഈക്വൽ ടു 0 എന്നാണ് അല്ലെ. ഇവിടെ എക്സ് സ്ക്വയർ ആണ്, ഇവിടെ വൈ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ,
ഇവിടെ എന്താ 2gx എന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ജിയും എഫും സി ഒക്കെ കിട്ടിയാലേ ഈ ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ എന്ത് കിട്ടുള്ളൂ? സെന്ററും റേഡിയസും കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജി കണ്ടുപിടിക്കണം, എഫ് കണ്ടുപിടിക്കണം, അതേപോലെ സി കണ്ടുപിടിക്കണം. അതിന് നോക്കിയേ, ഇവിടെ 2gx എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലെ. 2gx എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേമില് നോക്കിയേ, ഇവിടെ എക്സ് ഉണ്ട്. അതേ ഈ ടേമിന് പകരം ഇവിടെ നമുക്ക് തന്നേക്കണം എന്താണ്? ഈക്വൽ ടു, ഇവിടെ പ്ലസ് ആയിരുന്നു, പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ ആ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് സൈനിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സൈനോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എടുക്കേണ്ടി വരും. ഇവിടെ ശരിക്കും ഇക്വേഷൻ പ്രകാരം എന്താണ്? പോസിറ്റീവ് ആണ് വരേണ്ടത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ആണ്. അപ്പൊ ആ നെഗറ്റീവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തണം. -12x എന്നാണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയറും ഇവിടെ എക്സ് സ്ക്വയറും, അപ്പൊ അത് സെയിം ആണ്. വൈ സ്ക്വയറും ഇവിടെ വൈ സ്ക്വയറും അത് ഓക്കെ ആണ്. അപ്പൊ നമ്മള് മൂന്നാമത്തെ ടേം 2gx ആണ് കിടക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ മൂന്നാമത്തെ ടേം ആയിട്ട് കിടക്കുന്നത് ആരാണ്? -12x എന്നാണ് കിടക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ജി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കിയാൽ രണ്ടോടത്തും എക്സ് കോമൺ ആണ്. അപ്പൊ ആ എക്സിന് അങ്ങോട്ട് വെട്ടാം. ബാക്കി 2g = -12 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ജി ആണ് നമുക്ക് കാണേണ്ടത്. ജി കണ്ടുപിടിച്ചാലേ സെന്റർ കിട്ടുള്ളൂ, അതേപോലെ റേഡിയസും കിട്ടുള്ളൂ. അപ്പൊ ജി കാണാനായിട്ട് ജി = -12 ഉണ്ട് ഈ സൈഡില്. ഇത് × 2 ആണ്. × 2 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്താകും? ÷ 2 എന്നാകും. അപ്പൊ -12/2 എന്ന് പറയുമ്പോൾ -6 കിട്ടും. ഓക്കെ ആണല്ലോ. ജിയുടെ വാല്യൂ -6 എന്ന് കിട്ടി. ഇനി ഇതേപോലെ ആരെയും കൂടെ കണ്ടുപിടിക്കണം. എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എഫ് കാണണമെങ്കിൽ എന്താണ്? അടുത്ത ടേം നോക്കാം. എഫ് ഉള്ള ടേം ഏതാണ്? 2fy ആണ്. ഓക്കെ, 2fy. ഈ 2fyക്ക് അതേ പ്ലേസിൽ കിടക്കുന്ന വാല്യൂ ആരാണ്? നോക്കിയേ, 14y ആണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കണോ? വേണ്ട. കാരണം എന്താ? ഇക്വേഷനിൽ അതിന് തൊട്ട് മുന്നേ പോസിറ്റീവ് പ്ലസ് എന്നാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണതും എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. രണ്ടും സെയിം സൈൻ ആണെങ്കിൽ പിന്നെ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നെഗറ്റീവ് സൈൻ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ വ്യത്യാസമുള്ള സൈനും കൂടെ അവിടെ എന്ത് ചെയ്യണം? എടുക്കണം. ഓക്കെ ആണല്ലോ. 2fy = അപ്പൊ എന്തെന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി? 14y ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ y രണ്ടോടത്തും കോമൺ ആണ്. നമ്മൾ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. ബാക്കി എന്ത് കിട്ടി? 2f = 14 കിട്ടും. ഇതിന് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാ? 2 അപ്പുറത്തോട്ട് ഉണ്ടാവുക. 14/2 എന്ന് വരും. അതായത് എഫിന്റെ വാല്യൂ എത്ര കിട്ടും? 7 കിട്ടും. അപ്പൊ ജി കിട്ടി, എഫ് കിട്ടി. ഇനി ആരെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്? റേഡിയസ് കാണണമെങ്കിൽ സി എന്ന് പറയുന്ന ഒരാളെയും കൂടെ വേണം അല്ലെ. സി എങ്ങനെയാണ്? ഓക്കെ, ഇക്വേഷനിൽ x² + y² + 2gx + 2fy + c. ലാസ്റ്റ് കിടക്കുന്ന ഒറ്റക്ക് എക്സും വൈ ഒന്നും ഇല്ലാതെ ഒറ്റക്ക് കിടക്കുന്ന നമ്പർ ആരാണോ അയാൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ നമ്പറിനെയാണ് എന്ന് വിളിക്കണത്? സി എന്ന് വിളിക്കണത്. അതായത് അപ്പൊ ഇവിടെ സി എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഏതാ നമ്പർ കിടക്കണത്? 8 മാത്രമായിട്ട് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 8 ആണ് അവിടെ എന്തെന്ന് പറയുന്നത്? സി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത്. ഇനി അത് നെഗറ്റീവോ പോസിറ്റീവോ നോക്കണോ? കാരണം എന്താണ്? രണ്ടും സെയിം സൈൻ ആണ്. അപ്പൊ പിന്നെ അത് അവിടെ എന്ത് ചെയ്യേണ്ട? സൈൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ സിയുടെ വാല്യൂ 8 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെന്റർ എഴുതാം. സർക്കിളിന്റെ സെന്ററിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? -g - f എന്നായിരുന്നു. അതായത് -ജിയുടെ വാല്യൂ കൊടുക്കാം. ജിയും എന്ത് നെഗറ്റീവ് ആണ്. അപ്പൊ -6. ഓക്കെ ആണല്ലോ. ഓൾറെഡി ഇക്വേഷനിൽ സെന്റർ കാണുന്നതിൽ എന്തുണ്ട്? ഒരു നെഗറ്റീവ് ഉണ്ട്. പിന്നെ ജി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ -6 എന്ന് കിട്ടും. ഇനി എഫിന്റെ വാല്യൂ എന്താണ്? 7 ആണ്. ഓക്കെ ആണല്ലോ. ഇതിനൊന്നും കൂടെ ഈ നെഗറ്റീവ് എന്തായി മാറും? പോസിറ്റീവ് ആകും. 6 - 7 എന്ന് വരും. ഓക്കെ അല്ലെ. സെന്റർ കിട്ടി. നെക്സ്റ്റ് എന്താണ് കാണേണ്ടത്? റേഡിയസ് കാണണം. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. g² + f². റേഡിയസിന്റെ ഇക്വേഷൻ എന്താണ്? g² √g² + f² - c എന്നാണ്. അതായത് g² എന്ന് പറയുമ്പോൾ എന്ത് വരും? ജിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയേക്കണം? -6. -6² + f² എന്ന് പറയുമ്പോ 7² - c എത്രയാണ്? 8. ഓക്കെ ആണല്ലോ. √6ന്റെ സ്ക്വയർ 36 + 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 - 8 എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ ആൻസർ എത്രയാണ്? ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ √77 എന്ന് വരും. അപ്പൊ റേഡിയസ് √77ഉം സെന്റർ എന്ന് പറയുന്നത് 6 - 7 എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണത്? ഡസ് ദ പോയിന്റ് -2.5
3.5 lie inside or outside the circle where x square plus y square equal to 25. അതായത് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? x square plus y square equal to 25 എന്ന് പറയുന്നതാണ് സർക്കിളിന്റെ എന്ത് ഇക്വേഷൻ ആയിട്ട് നമുക്ക് തന്നേക്കുന്നത്. ഈ ഇക്വേഷൻ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഇക്വേഷൻ ആണ്. അതായത് സർക്കിളിന്റെ സെന്റർ 0 0 ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത് ഈ തന്നിരിക്കുന്നത്. അതായത് എച്ച് കെ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 0 ആണ്. ഓക്കെ ആണല്ലോ? ശരിക്കും സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എച്ചും കെയും, അതായത് സെന്ററിനെയാണ് നമ്മൾ ഓർഡേഡ് ബൈ എച്ച് കെ എന്ന് പറയുന്നത്. എച്ച് കെ എന്ന് പറയുന്നത് 0 0 ആകുമ്പോൾ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താ? അതേപോലത്തെ ഒരു ഇക്വേഷൻ ആണ് അല്ലെ? അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഈ ആർ സ്ക്വയർ എന്നുള്ളടത്ത് ആരെയാണ് തന്നേക്കുന്നത്? 25. ഓക്കെ, അതേപോലെ അല്ലേ തന്നേക്കണം? അപ്പൊ അതാ ഇങ്ങനെയാണ് ഇക്വേഷൻ തന്നേക്കുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? 0 0 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ആണ് തന്നേക്കുന്നത്. അപ്പൊ ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടി. എത്രയാണ്? 25 ആണ്. ആർ സ്ക്വയർ 25 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് √25 ആണ് അല്ലെ? അതായത് സ്ക്വയർ കളയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്തെടുക്കണം? റൂട്ട് എടുക്കണം. √25 കിട്ടും. അതായത് എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ അല്ലേ? സർക്കിളിന്റെ റേഡിയസ് 5 ആണെന്ന് ഇതിന് കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡസ് ദ പോയിന്റ്. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ ടിക്ക് ഇട്ടേക്കണ പോയിന്റ് ഏതാണ്? -2.5 3.5 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഈ തന്നിരിക്കുന്ന സർക്കിളിന്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്ന സർക്കിളിന്റെ ഉള്ളിലാണോ അതോ പുറത്തുള്ള പോയിന്റ് ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അതായത് നോക്കിയേ, ഞാൻ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഇത് സർക്കിളിന്റെ സെന്റർ ആയിട്ട് എടുത്തു. അതാണെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആണെന്ന് ഓൾറെഡി നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി അതായത് റേഡിയസ് എന്ന് വെച്ചാൽ എന്താ? സർക്കിളിന്റെ സെന്റർ മുതൽ ഈ സർക്കിളിന്റെ അതായത് ഈ അറ്റം വരെയുള്ള പോയിന്റ് അല്ലെ? സർക്കിളിന്റെ സർക്കിളുമലത്തെ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. സർക്കിളിന്റെ സെന്റർ തൊട്ട് ഈ സർക്കിളുമലത്തെ ഒരു പോയിന്റ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമ്മളോട് ചോദിച്ചേക്കണത് -2.5 3.5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഈ സർക്കിളിന്റെ ഉള്ളിലത്തെ പോയിന്റ്, അതായത് ഇതാ ഇങ്ങനെ ഉള്ളിലുള്ള പോയിന്റ് ആണോ അതോ സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ സപ്പോസ് ചെയ്ത് എടുക്കുകയാണ്. അതായത് ഞാൻ അസ്യൂം ചെയ്യാണ് എന്ത്? ഈ -2.5 3.5 എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ അകത്താണെന്ന് നമ്മൾ എടുത്തു. അതായത് ഇതാ ഈ പോയിന്റ് ആണ് -2.5, അതേപോലെ 3.5 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെന്റർ അല്ലെ? സെന്റർ നമുക്കറിയാം, ഈ ഇക്വേഷൻ പ്രകാരം സർക്കിളിന്റെ സെന്റർ എന്താണ്? 0 0 ആണ്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്നായത്. അതായത് എച്ച് കെയും എന്താണ്? 0 0 എന്ന് വന്നതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയത്. അപ്പൊ സെന്റർ 0 0 ആണെന്ന് അറിയാം. നമ്മൾ എടുത്തത്, ഞാൻ സപ്പോസ് ചെയ്തെടുത്തു, ഈ കണ്ടുപിടിക്കേണ്ട പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണ് എന്ന് ഞാൻ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സെന്റർ മുതൽ ഇതാ ഈ പോയിന്റ് വരെയുള്ള, ഞാൻ എടുത്തേക്കുന്നത് ഉള്ളിലാണെന്നല്ലേ? അപ്പൊ ഈ പോയിന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് 5നേക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും. കാരണം എന്താ? ഇവിടെ മതി, ഈ സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? 5 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണ് എന്നെടുത്തത് കൊണ്ട് ഈ 5 വരെ അത് പോകുന്നുണ്ടാ? ഇല്ല, ഇവിടെ വരെ ഉള്ളൂ അല്ലെ? അതായത് ഉള്ളിലാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ഈ പോയിന്റ്, ഈ കാര്യം ശരിയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കണം? ഈ ഡിസ്റ്റൻസ് 5നേക്കാളും ചെറുതായിട്ട് കിട്ടണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് സെന്റർ മുതൽ ഇപ്പൊ എടുത്തിരിക്കുന്ന ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് കണ്ടുപിടിക്കും. അത് 5നേക്കാളും കുറവാണോ കൂടുതലാണോ എന്ന് കണ്ടുപിടിക്കും. കുറവാണെങ്കിൽ എന്താണ്? ഞാൻ അസ്യൂം ചെയ്ത കാര്യം ശരിയാണ്, അതായത് ആ പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണെന്ന് കിട്ടും. ഇനി കൂടുതലാണെങ്കിലോ സർക്കിളിന്റെ പോയിന്റ് എന്താണ്? ആ പോയിന്റ് സർക്കിളിന് പുറത്താണ് എന്ന് കിട്ടും. കൂടുതലാവണമെങ്കിൽ ഇങ്ങോട്ട് പുറത്തോട്ട് വരണം അല്ലെ? അതായത് 5നേക്കാളും വലിയ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? തീർച്ചയായിട്ടും സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കും. അതായത് എന്തായിരുന്നു ഡിസ്റ്റൻസ് ഫോർമുല? √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1
ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ഫോർമുല. അതായത് ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉള്ളൂ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാത്രമേ ഉള്ളൂ. സെഡ് കോർഡിനേറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 3 കോർഡിനേറ്റ്സ് ആയിരുന്നെങ്കിൽ 3D ആയിരുന്നെങ്കിൽ എന്താണ് Z2 - Z1 ഹോൾ സ്ക്വയർ എന്നും കൂടെ അതിൽ ആഡ് ആയേനെ. ഇവിടെ 2 കോർഡിനേറ്റ് ഉള്ളത്, 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ, എക്സ് വാല്യൂ വൈ വാല്യൂ മാത്രം. അതുകൊണ്ടാണ് ഇക്വേഷൻ അങ്ങനെ 2 പോയിന്റ്സ് മാത്രമായിട്ട് വന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, റൂട്ട് ഓഫ് x2 - x1 ഏതെങ്കിലും പോയിന്റിന് ഇതിനെന്താ കൊടുക്കുക, x1 എന്നും ഇത് y1 എന്നും കൊടുത്തു. ഇത് എന്തായിരിക്കും, ഈ പോയിന്റ്സ് നമ്മൾ x2 നും y2 നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ x2 - x1 എന്ന് പറയുമ്പോൾ -2.5 മൈനസ് x1 എന്ന് പറയുന്നത് എന്താണ്, 0 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുന്നത് എത്രയാണ്, 3.5 മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി റൂട്ട് ഓഫ് 2.5 മൈനസ് 0 എന്ന് പറയുമ്പോൾ -2.5 സ്ക്വയർ എന്ന് വരും പ്ലസ് 3.5 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ഈക്വൽ ടു റൂട്ട് ഓഫ് 2.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 6.25 എന്ന് വരും പ്ലസ് 3.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12.25 എന്നാണ് വരാം. ഓക്കെ ആണല്ലോ. ഇതിനെ ആഡ് ചെയ്ത് റൂട്ട് കണ്ടുപിടിച്ചാല് വാല്യൂ എന്താണെന്ന് നോക്കണം, 5നേക്കാളും ചെറുതാണെന്ന് നോക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതിന്റെ ആൻസർ 6.25 പ്ലസ് 12.25 ആണ്. അതിന്റെ ആൻസർ 18.25 എന്ന് കിട്ടും. അതായത് 4.30 എന്ന് വരും. ഈ 4.30 എന്ന് പറയുന്നത് എന്താണ്, 5നേക്കാളും ചെറിയ നമ്പർ ആണ് അല്ലെ. 5നേക്കാളും ചെറിയ നമ്പർ ആയതുകൊണ്ട് എന്തായിരിക്കും, ഇതാ ഈ സെന്റർ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, 5 എന്ന് പറയുന്നത്. അപ്പൊ 5നേക്കാളും ചെറിയ വാല്യൂ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ പോയിന്റ് എന്തായിരിക്കണം, സർക്കിളിന്റെ ഉള്ളിലായിട്ട് വരണം. അപ്പൊ എന്താണെന്ന് കിട്ടി, ഈ തന്നിരിക്കുന്ന പോയിന്റ് 2.5 മൈനസ് 2.5 3.5 എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കണം, 5നേക്കാളും ചെറുതായിരിക്കും. അത് ഡിസ്റ്റൻസ് ചെറുതാണെന്ന് കിട്ടി, അതായത് ആ പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലുള്ള പോയിന്റ് ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് വെർട്ടെക്സ്, ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഫോർ ദി ഫോളോയിങ് പരാബോള എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ അടുത്തത് പറഞ്ഞു, അതായത് എന്താണ്, ഇവിടെ പരാബോളയാണ് തന്നേക്കുന്നത്. അതായത് അടുത്ത കോണിക് സെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പരാബോള. സർക്കിൾ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എന്താണ്, പരാബോളയാണ്. നമ്മൾ ഇതിൽ 4 ടൈപ്പ് പരാബോളയാണ് പഠിച്ചത് അല്ലെ. ഏതൊക്കെ ഇക്വേഷൻസ് ആയിരുന്നു പരാബോള? ഒന്നാമത്തെ ഇക്വേഷൻ y² = 4ax എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പരാബോളയുടെ ഇക്വേഷൻ y² = -4ax എന്ന് വന്നു. അതായത് y² = 4ax എന്നാണെങ്കിൽ y² = 4ax എന്നാണെങ്കിൽ പരാബോള ഏതാണ്, പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് അല്ലെ. ഇക്വേഷൻ പോസിറ്റീവ് ആണ്, അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് പരാബോള വരുന്നത്. പരാബോളയുടെ ബാക്ക് സൈഡിലായിട്ടാണ് എന്തുണ്ടാവുക, അതായത് നെഗറ്റീവ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്, ഡയറക്ട്രിക്സ് വരുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് പരാബോളയുടെ ഉള്ളിലായിട്ടാണ് വരാം അല്ലെ, എക്സ് ആക്സിസുമ്മലാണ്. അപ്പൊ ഫോക്കസ് എക്സ് ആക്സിസുമ്മൽ എന്ന് പറയുമ്പോൾ ഫോക്കസ് A0 എന്നാണ് കൊടുക്കുക. കാരണം എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വൈ കോർഡിനേറ്റ് എന്താകും, നെഗറ്റീവ് ആകും, 0 ആകും. അതേപോലെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, x = -a എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇത് പോസിറ്റീവ് y² = 4ax എന്ന് പറയുന്ന പരാബോളയുടെ ഇക്വേഷൻ. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, എക്സ് ആക്സിസിലാണ് അല്ലെ. എക്സ് ആക്സിസിലുള്ള പരാബോളയാണ്, പക്ഷെ എന്താണ്, നെഗറ്റീവ് സൈഡിലാണ്, നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. അതായത് പരാബോള ഈ സൈഡിലോട്ട് വരും, ഡയറക്ട്രിക്സ് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ പോസിറ്റീവ് സൈഡിൽ വരും. ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം, പരാബോളയുടെ ഉള്ളിലോട്ടായിരിക്കണം. ഇനി നെഗറ്റീവ് സൈഡിലോട്ടാണ് ഫോക്കസ് വന്നേക്കുന്നത്, അതായത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. അപ്പോൾ നെഗറ്റീവ് A0 എന്നായിരിക്കും ഫോക്കസ്. ഡയറക്ട്രിക്സ് എന്തായിരിക്കും, x = a എന്നായിരിക്കും. ഇനി മൂന്നാമത്തെ പരാബോള നമ്മൾ പഠിച്ചത് y². മൂന്നാമത്തെ പരാബോള നമ്മൾ പഠിച്ചത് x² = 4ay എന്നാണ്. അതായത് x² = 4ay എന്ന് പറയുമ്പോൾ എന്താണ്, y ആക്സിസിലുള്ള പരാബോളയാണ്. ഇക്വേഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഏത് y ആക്സിസിലായിരിക്കും, പോസിറ്റീവ് y ആക്സിസിലുള്ള പരാബോളയാണ്. ഡയറക്ട്രിക്സ് അപ്പ നെഗറ്റീവ് y ആക്സിസിലായിരിക്കും. പരാബോളയുടെ ഉള്ളിലായിട്ടായിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഫോക്കസ് ഉണ്ടാവേണ്ടത്. ഇത് y ആക്സിസുമ്മലാണ് ഫോക്കസ് വരുന്നത്. അപ്പൊ x കോർഡിനേറ്റ് 0യും y കോർഡിനേറ്റ് എന്തായിരിക്കും, a ആയിരിക്കും. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് y =
മൈനസ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ പരാബോള നമ്മൾ പഠിച്ചത് എന്താണ്? y സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay എന്നാണ്. -4ay എന്ന് പറയുമ്പോൾ എന്താണ്? y ആക്സിസിൽ തന്നെ നെഗറ്റീവ് സൈഡ്. അപ്പൊ നെഗറ്റീവ് y ആക്സിസിലോട്ടാണ് എന്ത് വരുന്നത്? പരാബോള വരുന്നത്. നെഗറ്റീവ് y ആക്സിസിൽ പരാബോള വരും, പോസിറ്റീവ് y ആക്സിസിൽ എന്ത് വരും? ഡയറക്ട്രിക്സ് വരും. പരാബോളയുടെ ഉള്ളിലാണ് എന്തുള്ളത്? ഫോക്കസ് ഉള്ളത്. അപ്പൊ ഫോക്കസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് y ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0, നെഗറ്റീവ് y ആക്സിസ് ആയതുകൊണ്ട് -a എന്ന് വരും. ഇവിടെ എന്തായിരിക്കും? y ഈക്വൽ ടു പോസിറ്റീവ് എന്നാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? ഇതാണ് പരാബോളുടെ ഇക്വേഷനിൽ ആകെ മാറ്റം വരുന്നത് ഫോക്കസിനും അതേപോലെ ഡയറക്ട്രിക്സിനും മാത്രമാണ്. ബാക്കിയൊക്കെ എന്തായിരിക്കുള്ളൂ? 4 പരാബോളക്കും ബാക്കി എല്ലാ ഇക്വേഷൻസും സെയിം ആയിരിക്കും. ഏതൊക്കെയാണ് പറഞ്ഞത്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഉണ്ട് അല്ലെ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? 4a 4 ഇൻറ്റു ആ ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്താണോ ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കിട്ടും. ഇനി അതേപോലെ തന്നെ വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 0 ആണ്. ഓക്കെ ആണല്ലോ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0. ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസിലാണെങ്കിൽ എക്സ് ആക്സിസിലുള്ള പരാബോള ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് പരാബോള എന്താണ്? y ഈക്വൽ ടു 0 എന്നായിരിക്കും. അതേപോലെ y ആക്സിസിലുള്ളതാണെങ്കിൽ x ഈക്വൽ ടു 0 എന്നായിരിക്കും. ഓക്കെ, ഇനി ഇക്വേഷൻ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ വെർട്ടെക്സ്, ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഫോർ ദി ഫോളോയിങ് പരാബോള. ഇവിടെ ഒരു പരാബോള തന്നിട്ടുണ്ട്. എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 12x എന്ന് പറയുന്നതാണ് പരാബോള. അതായത് ഇവിടെ നോക്കിയേ, എക്സ് ആക്സിസിലാണ് പരാബോള 12x. അതായത് എക്സ് ആക്സിസിലാണ് പരാബോള. ഇക്വേഷനിൽ നെഗറ്റീവ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് പരാബോള ഉള്ളത്. അതായത് എങ്ങനെയായിരിക്കണം? ഇങ്ങനെയാണ് പരാബോള. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ പരാബോളയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഫോക്കസ് ഇതിന്റെ പരാബോളയുടെ ഉള്ളിലായിരിക്കും. അപ്പൊ ഫോക്കസ് a0 ആയിരിക്കും. എക്സ് ആക്സിസിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ y സ്ക്വയർ ഈക്വൽ ടു 12x. ഈ തന്നിരിക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y സ്ക്വയർ ഈക്വൽ ടു 4ax എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, y സ്ക്വയർ ഈക്വൽ ടു 4ax എന്നാണ് ഉള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 12x എന്നാണ്. അപ്പൊ y സ്ക്വയർ ഉണ്ട്, എക്സിന്റെ ടേം ഉണ്ട്. അപ്പൊ ഈ 4a എന്നുള്ളിടത്താണ് എന്ത് കിടക്കണത്? 12 എന്ന് കിടക്കണത്. അതിൽ നിന്നും a എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക. 12/4 a ഈക്വൽ ടു 3 കിട്ടും. a ഈക്വൽ ടു 3 കിട്ടിയില്ല. a എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ആണ് അല്ലെ? അപ്പൊ ഫോക്കസ് എന്ന് പറയുന്നത് a0 എന്നാണ് വരാം. ഈ ഇക്വേഷൻ അനുസരിച്ച് ഫോക്കസ് എന്ന് പറയുന്നത് a0, അതായത് എന്തെന്ന് കിട്ടും? 3 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഡയറക്ട്രിക്സ് എന്ന് പറയുന്നതോ? ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് പരാബോള. അപ്പൊ എന്തായിരിക്കണം? നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് ഡയറക്ട്രിക്സ് വരേണ്ടത്. അപ്പൊ എക്സ് ഈക്വൽ ടു -a എന്നാണ് വരിക. അതായത് എക്സ് ഈക്വൽ ടു എയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 3. ഡയറക്ട്രിക്സ് കിട്ടി. നെക്സ്റ്റ് എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കാണണം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ 4a എന്നാണ് അല്ലെ? അതായത് 4 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്? 3. അതായത് എത്ര കിട്ടും? 12 കിട്ടും. ഓക്കെ ആണല്ലോ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എല്ലാം കിട്ടിയിട്ടുണ്ട്. വെർട്ടെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0 ആണ്. ഓക്കെ അല്ലേ? Okay, next question നോക്കിയേ. Find equation of the parabola whose focus is 6 0 and equation of directrix is x equal to -6. അതായത് ഇവിടെ നമുക്ക് തന്നേക്കണത് പരാബോളയുടെ ഫോക്കസും തന്നിട്ടുണ്ട്, അതേപോലെ ഡയറക്ട്രിക്സും തന്നിട്ടുണ്ട്. ഒരു പരാബോളയുടെ ഫോക്കസ് തന്നിട്ടുണ്ട്. ഫോക്കസ് ഈക്വൽ ടു 6 0 എന്നും ഫോക്കസ് എന്ന് പറയുന്നത് 6 0 എന്നും ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു -6 എന്നും തന്നിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പരാബോളയുടെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കിയേ, ഫോക്കസും ഡയറക്ട്രിക്സും ആണ് തന്നേക്കണത് അല്ലെ? ഫോക്കസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്ത്? a0 എന്നാണ് ഫോക്കസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പരാബോളയുടെ. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് വാല്യൂ ആണല്ലോ 6 എന്ന് പറഞ്ഞു തന്നേക്കണത്. അപ്പൊ ഫോക്കസ് പോസിറ്റീവ് എന്ന് പറയുമ്പോ ഓക്കെ, ഫോക്കസ് പോസിറ്റീവ് ആണെന്ന് കിട്ടി.
ഇനി ഇവിടെ എക്സ് കോർഡിനേറ്റ് ആണുള്ളത്, വൈ കോർഡിനേറ്റ് 0 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഫോക്കസ് ഏത് ആക്സിസുമലാണ്? എക്സ് ആക്സിസുമലാണ്. അതായത് പരാബോള അപ്പൊ ഇങ്ങനെ ആയിരിക്കണം. എക്സ് ആക്സിസുമ ഫോക്കസ് വരണമെങ്കിൽ പരാബോളയുടെ ഉള്ളിലാണ് ഫോക്കസ് വരേണ്ടത് അല്ലെ. അപ്പൊ ഫോക്കസ് എക്സ് കോർഡിനേറ്റ് ഉള്ളു, വൈ കോർഡിനേറ്റ് 0 ആണ്. അതായത് എക്സ് ആക്സിസുമലായിരിക്കണം എന്ത്? പരാബോള. അപ്പൊ പരാബോള ഇങ്ങോട്ട് വരണം. ഓക്കെ, പരാബോള ആ സൈഡിലോട്ടാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് വരാം? ഡയറക്ട്രിക്സ് വരാം. അപ്പൊ 6 0 എന്ന് പറയുന്നതാണ് പരാബോളയുടെ ഫോക്കസ് എന്ന് കിട്ടി. ഡയറക്ട്രിക്സ് x -6 എന്നാണെന്നും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി പരാബോള. ഈ തന്നിരിക്കുന്ന പരാബോള എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ള പരാബോളയുടെ ഇക്വേഷൻ y² = 4ax എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ y² = 4 ഇൻറ്റു എയുടെ വാല്യൂ നമുക്കറിയാം. എ എത്രയാണ്? 6 ഇൻറ്റു എക്സ്. അതായത് y² = 24x എന്നാണ് എന്ത്? പരാബോളയുടെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി പരാബോള ഹൂസ് വെർട്ടെക്സ് ഈസ് 0 0 ആൻഡ് ഫോക്കസ് ഈസ് 0 2. ഇവിടെ വേറെ രണ്ട് കാര്യങ്ങളാണ് തന്നത് അല്ലെ. വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0 ആണെന്ന് തന്നു, ഫോക്കസ് എന്ന് പറയുന്നത് 0 2 ആണെന്ന് പറഞ്ഞു. വെർട്ടെക്സ് നോക്കിയിട്ട് കാര്യമില്ല, കാരണം എന്താ? എല്ലാ പരാബോളയുടെയും വെർട്ടെക്സ് എന്ത് തന്നെയാണ്? 0 0 തന്നെയായിരിക്കും. ഫോക്കസോ അല്ലെങ്കിൽ ഡയറക്ട്രിക്സോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരാബോള ഏത് ആക്സിസിലുള്ള പരാബോളയാണെന്നും അതനുസരിച്ച് അതിന്റെ ഇക്വേഷൻ എഴുതാനും പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഫോക്കസ് എന്ന് പറയുന്നത് 0 2 എന്നാണ് തന്നത് അല്ലെ. അതായത് ഇവിടെ എക്സ് കോർഡിനേറ്റ് 0യും വൈ കോർഡിനേറ്റിന്റെയാണ് വാല്യൂ കിടക്കുന്നത്. അപ്പൊ എക്സ് ആക്സിസിലല്ല പരാബോള. ഏതിന്റെയാണോ വാല്യൂ തന്നേക്കുന്നത്? വൈ കോർഡിനേറ്റ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ വൈ ആക്സിസിലാണ് എന്ത് കിടക്കുന്നത്? പരാബോള ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തി? വൈ ആക്സിസിലാണ് പരാബോള എന്ന് കിട്ടി. പക്ഷെ വൈ ആക്സിസിൽ തന്നെ രണ്ട് സൈഡിൽ എന്ത് വരാം? പരാബോള വരാം. പോസിറ്റീവ് വൈ ആക്സിസിലും വരാം, നെഗറ്റീവ് വൈ ആക്സിസിലും വരാം. ഇനി ഫോക്കസ് നോക്കിയിട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫോക്കസ് 0 2 ആണ്. നെഗറ്റീവ് വാല്യൂസ് ഒന്നും ഇല്ല, എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് വൈ ആക്സിസിലാണ് എന്ത് കിടക്കുന്നത്? പരാബോള കിടക്കുന്നത്. അപ്പൊ ഡയറക്ട്രിക്സ് എന്തായിരിക്കണം? നെഗറ്റീവ് വൈ ആക്സിസിലായിരിക്കണം. ഇനി ഫോക്കസ് 0 2 എന്ന് പറയുമ്പോൾ പരാബോളയുടെ ഉള്ളിലാണ് ഫോക്കസ് അല്ലെ. അപ്പൊ ഇത് 0 2 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഇതനുസരിച്ച് നമ്മളോട് എന്ത് എഴുതാനാണ് പറയണം? ഇക്വേഷൻ എഴുതാനാണ് പറയണം. അതായത് ഏത് ആക്സിസിൽ? വൈ ആക്സിസിൽ വരുമ്പോ x² = പോസിറ്റീവ് ആയതുകൊണ്ട് 4ay എന്ന് എഴുതും. അപ്പൊ x² = 4 ഇൻറ്റു എ എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ത്? ഇവിടെ 2 എന്ന് പറഞ്ഞേക്കണത്. 2y എന്ന് കിട്ടും. അതായത് x² = 4 × 2 8y എന്ന് വരും. ഓക്കെ ആണല്ലോ. x² = 8y എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് സെന്റർ, ഫോക്കസ്, വെർട്ടിസസ്, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഓഫ് ദി ഫോളോയിങ് എലിപ്സ്. ഇവിടെ നമുക്ക് തന്നേക്കണ എലിപ്സിന്റെ കാര്യമാണ് തന്നേക്കുന്നത് അല്ലെ. എലിപ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ, എലിപ്സ് എന്ന് പറയുന്ന കോണിക് സെക്ഷന്റെ ഇക്വേഷൻ ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. x² / 36 +y² / 16 = 1 എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എലിപ്സിന്റെ കുറച്ച് ഇക്വേഷനും കാര്യങ്ങളും പഠിക്കാനുണ്ട്. എലിപ്സ് രണ്ട് ടൈപ്പ് ആണുള്ളത് അല്ലെ. രണ്ട് ടൈപ്പ് എലിപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഏതായിരുന്നു ഇക്വേഷൻ? x² / a² +y² / b² = 1. എപ്പോഴും എന്തായിരിക്കണം? a² > b² എന്നായിരിക്കണം. ഓക്കെ ആണല്ലോ. അതായത് എപ്പോഴും വലിയ വാല്യൂ എന്തായിരിക്കണം? a². വലിയ വാല്യൂ എന്താണ്? a² എന്നാണ് നമ്മൾ എടുക്കുക. വലിയ വാല്യൂ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? എലിപ്സിന്റെ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുന്നത്. ഇനി ഇങ്ങനെയാണ് എലിപ്സിന്റെ ഇക്വേഷൻ എങ്കിൽ എലിപ്സിന് എന്തുണ്ട്? രണ്ട് ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ± c0 എന്നാണ്. അതായത് വലിയ നമ്പർ ഏത് ആക്സിസിന്റെ, എക്സിന്റെ വൈയുടെ ഏതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടാണോ വരുന്നത് ആ വാല്യൂ ആ ആക്സിസുമല്ലായിരിക്കും എന്തുണ്ടാവുക? എലിപ്സ് ഉണ്ടായിരിക്കുക. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ എപ്പോഴും a² ആണ് b²നേക്കാളും വലുതെന്ന് പറഞ്ഞു. അപ്പൊ a² ഇവിടെ വന്നേക്കുന്നത് എക്സിന്റെ താഴെ ആണ് അല്ലെ. x² ഡിനോമിനേറ്റർ ആയിട്ടാണ് എന്ത് വന്നേക്കുന്നത്? a² വന്നേക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മളുടെ എലിപ്സ് ഉള്ളത് ഏത് ആക്സിസുമലാണ്? വലിയ നമ്പർ വന്നേക്കണതിന്റെ തൊട്ട് മുകളിലുള്ളത് ആര്? എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ. ഇവിടെ വലുത് വന്നേക്കുന്നത് a² വന്നേക്കുന്നത് എക്സിന്റെ തൊട്ട് താഴെയാണ്, ഡിനോമിനേറ്റർ ആയിട്ടാണ്. അതുകൊണ്ട് എക്സ് ആക്സിസുമലാണ് എന്തുള്ളത്? എലിപ്സ് വന്നേക്കുന്നത്. അപ്പൊ എക്സ് ആക്സിസിലായിരിക്കും എന്ത് വരാ? ഫോക്കസ് ഉണ്ടാവാ. അപ്പൊ ഫോക്കസിന് നമ്മൾ f = ± c0 എന്ന് പറയും. വെർട്ടെക്സ് ഉണ്ട്. എലിപ്സിന്റെ വെർട്ടെക്സിന്റെ ഇക്വേഷൻ എന്താണ്? ± a0 എന്നാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ പിന്നെ എന്താണ്? ഒരു റിലേഷൻ ഉണ്ട്. എന്തായിരുന്നു? c² = a² - b² എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. അതേപോലെ എസെൻട്രിസിറ്റി = c/a എന്നുണ്ട്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം
2b² a എന്നാണ്. അതേപോലെ എന്താണ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ 2a എന്ന് പറയുന്നത്. അതെന്തായിരുന്നു മേജർ ആക്സിസ് ആണ്. അതേപോലെ മൈനർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസിന് നമ്മൾ എന്താ പറഞ്ഞിരുന്ന 2b എന്നാണ്. ഓക്കെ ആണല്ലോ. എയും ബിയും നമുക്ക് ഇക്വേഷനിൽ നിന്ന് കിട്ടും. ഓക്കെ അല്ലെ. എ എന്ന് പറയുന്നത് a² എന്ന് പറയുന്നത് വലിയ വാല്യൂ ആയിട്ട് എടുക്കണം, b² എന്ന് പറയുന്നത് എന്താണ് ചെറിയ വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് ഒരു ഇക്വേഷൻ, ഒരു എലിപ്സിന്റെ ഇക്വേഷൻ. അതേപോലെ അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എലിപ്സ് എങ്ങനെയായിരിക്കണം, ഓക്കെ അടുത്ത ഇക്വേഷൻ എന്താണ് വരാ, എലിപ്സ് y ആക്സിസിലാണ് വരുന്നതെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും ഇക്വേഷൻ, x² ബൈ b² പ്ലസ് y² ബൈ a² ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് അടുത്ത ഇക്വേഷൻ. ഇതിൽ നോക്കിയേ, ഇവിടെ വലിയ നമ്പർ a² ആണ്. a² എന്ന് പറയുന്നത് ഏതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടാണ് വന്നേക്കണ, y² ഡിനോമിനേറ്റർ ആയിട്ടാണ് വന്നേക്കണ. അപ്പൊ y² ആയിരിക്കണം എന്ത് മേജർ ആക്സിസ് ആയിട്ട് വരേണ്ടത്. ആ മേജർ ആക്സിസുമേലായിരിക്കണം എന്തുണ്ടാവേണ്ടത്, ഫോക്കസ് ഉണ്ടാവേണ്ടത്. അപ്പൊ y ആക്സിസ് ആണ് മേജർ ആക്സിസ് ആയിട്ട് വരേണ്ടത്. അതിന്റെ കാരണം എന്താണ്, വലിയ നമ്പർ ഏതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടാണോ വരുന്നത് ആ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ മേജർ ആക്സിസുമേലായിരിക്കണം എപ്പോഴും എന്തുണ്ടാവേണ്ടത്, ഫോക്കസ് ഉണ്ടാവേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഇക്വേഷനിൽ ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് y ആക്സിസിൽ എന്ന് പറയുമ്പോൾ 0c എന്ന് വരും. വെർട്ടെക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 0a എന്ന് വരും. പിന്നെ ഏതാണ് മാറുന്നത്, ബാക്കി വാല്യൂസ് ഒന്നും മാറൂല, ബാക്കി എല്ലാ ഇക്വേഷൻസും സെയിം ആയിരിക്കും. ഫോക്കസിനും വെർട്ടെക്സിനും മാത്രം എന്തുണ്ടാകും, മാറ്റം ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ എലിപ്സിന്റെ പഠിച്ചത്. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1 എന്ന് പറയുന്നതും രണ്ടാമത്തെ ഇക്വേഷൻ x² ബൈ b² പ്ലസ് y² ബൈ a² ഈക്വൽ ടു 1 എന്ന് പറയുന്നതും. ഓക്കെ അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് സെന്റർ, ഫോക്കസ്, വെർട്ടിസസ്, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഓഫ് ദി ഫോളോയിങ് എലിപ്സ്. അതായത് ഇവിടെ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, x² ബൈ 36 പ്ലസ് y² ബൈ 16 ഈക്വൽ ടു 1 എന്നാണ് ഇക്വേഷൻ തന്നേക്കുന്നത്. ഇതിന് നമുക്ക് ഞാൻ x² ബൈ 36 ഞാൻ എന്തെന്ന് എഴുതി, 6² എന്ന് എഴുതി, y² ബൈ 4² ഈക്വൽ ടു 1 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം a² എന്ന് പറയുന്നതാണ് വലിയ നമ്പർ അല്ലെ. അപ്പൊ ഇവിടെ a² എന്ന് പറയുന്നത് വലിയ നമ്പർ ആരാണ്, 36 ആണ്. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് √36 ആണ്, അതായത് 6 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ. അതേപോലെ ചെറിയ നമ്പറിനെയാണ് നമ്മൾ b² എന്ന് കൊടുക്കുക. b² ഇവിടെ ചെറിയ നമ്പർ എത്രയാണ്, 16 ആണ്. അങ്ങനെയാണെങ്കിൽ b എന്ന് പറയുന്നത് √16, അതായത് b എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും, 4 എന്നും കിട്ടും. എയും ബിയും കിട്ടി. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, ഫോക്കസ് വേണം, വെർട്ടെക്സ് വേണം, എസെൻട്രിസിറ്റി വേണം, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, അങ്ങനെ എല്ലാ വാല്യൂസും കാണാനുണ്ട്. ഓക്കെ. അപ്പൊ വെർട്ടെക്സ് ഫോക്കസിന്റെ ഒരു വാല്യൂ, എ വാല്യൂ എത്രയാണ് 6 എന്നും ബിയുടെ വാല്യൂ എത്രയാണ് 4 എന്നും കിട്ടി. പക്ഷെ എസെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ c ബൈ a എന്നാണ് അല്ലെ. അതായത് ഒരു റിലേഷൻ ഉണ്ട്, എന്തായിരുന്നു, c² എന്ന് പറയുന്നത് എപ്പോഴും a² മൈനസ് b² എന്നാണെന്ന് അറിയാം. ഓക്കെ ആണല്ലോ. അപ്പൊ c² എന്ന് പറയുന്നത് a² എന്ന് പറയുന്നത് എത്രയാണ്, 6² എന്ന് വരും, അതായത് 36 മൈനസ് b² എന്ന് പറയുന്നത് എത്രയാ, 4² 16. അതായത് നമ്മുടെ ഇക്വേഷൻ, എലിപ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ x² ബൈ 36 പ്ലസ് y² ബൈ 16 ഈക്വൽ ടു 1 ആണ്. അപ്പൊ a² പ്ലേസിൽ 36ഉം b² പ്ലേസിൽ എന്താണ് 16 ആണ് കിടക്കുന്നത്. അപ്പൊ a² പകരം 36 എന്നും b² പകരം എന്തെന്ന് കൊടുത്തു, 6 എന്നും കൊടുത്തു. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു എത്ര കിട്ടും, 20 കിട്ടും. അതായത് c² എന്ന് പറയുന്നത് 20 കിട്ടും, c എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും, √20 കിട്ടും. c കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓരോ വാല്യൂസും കണ്ടുപിടിക്കാം അല്ലെ. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എല്ലാ ആൻസറുകളും ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് എത്തത് കാണുന്നത് ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് c0 ആണ് അല്ലെ. ഇതെന്താണ്, എക്സ് ആക്സിസിലുള്ളതാണ്. കാരണം എന്താ, എലിപ്സ് ഇതാ എക്സ് ആക്സിസിൽ വരുന്ന എലിപ്സ് ആണ്. കാരണം ഏറ്റവും വലിയ വാല്യൂ a² ഏതിന്റെ ഡിനോമിനേറ്റർ ആയിട്ടാണ് വന്നേക്കണം, എക്സിന്റെ ഡിനോമിനേറ്റർ ആണ്. അപ്പൊ എക്സ് ആക്സിസിലാണ് എലിപ്സ് ഉള്ളത്. എക്സ് ആക്സിസ് ആണ് എന്ത് വരുന്നത്, മേജർ ആക്സിസ് ആയിട്ട് വരുന്നത്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണെങ്കിൽ മേജർ ആക്സിസുമേലായിരിക്കും എന്തുണ്ടാവുക, ഫോക്കസ് ഉണ്ടാവുന്നത്. അപ്പൊ പ്ലസ് ഓർ മൈനസ് c0 എന്ന് പറയുന്നതാണ് ഫോക്കസ്. അതായത് പ്ലസ് ഓർ മൈനസ് സിയുടെ വാല്യൂ എത്ര കിട്ടി, √20,
0. ഓക്കെ ആണല്ലോ. രണ്ട് ഫോക്കസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പ്ലസ് ഓർ മൈനസ്. ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും, ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് A0 എന്നാണ്. അതായത് പ്ലസ് ഓർ മൈനസ് എയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയതാണ്. എത്രയാണ്? 6. 6 0 എന്ന്. ഓക്കെ. വെർട്ടെക്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടത് എസെൻട്രിസിറ്റി E ഈക്വൽ ടു C/A എന്നാണ്. അതായത് √20 എയുടെ വാല്യൂ എത്രയാണ്? 6. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താ കണ്ടത്? ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും കാണണം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2A-യും ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2B-യും ആണ്. അപ്പൊ 2A എന്ന് പറയുമ്പോൾ 2 into എയുടെ വാല്യൂ എത്രയായിരുന്നു? 6 ആയിരുന്നു. 2 into 6 12 എന്ന് കിട്ടും. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് B എത്രയാണ്? 4 ആണ്. അപ്പൊ 2 into 4 ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഫോക്കസ് കിട്ടി, വെർട്ടെക്സ് കിട്ടി, അതേപോലെ എസെൻട്രിസിറ്റി, പിന്നെ എന്തായിരുന്നു? മേജർ ആക്സിസും മൈനർ ആക്സിസും എല്ലാ വാല്യൂസും കിട്ടി. ഓക്കെ ആണല്ലോ. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് വിത്ത് വെർട്ടെക്സ് ഈസ് പ്ലസ് ഓർ മൈനസ് 50, ഫോക്കസ് ഈസ് പ്ലസ് ഓർ മൈനസ് 40. അതായത് എലിപ്സിന്റെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വെർട്ടിസസും തന്നിട്ടുണ്ട്, ഫോക്കസും തന്നിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ ഓഫ് എലിപ്സ് കാണണം. ഓക്കെ. വെർട്ടെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, വെർട്ടെക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 50. വെർട്ടെക്സിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്ലസ് ഓർ മൈനസ് A0 എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു വാല്യൂ കിട്ടി. A എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് C0 എന്നാണ് അല്ലെ. അപ്പൊ ഈ പ്ലസ് ഓർ മൈനസ് C0 എന്ന് പറയുന്ന ആളാണ് എന്ത്? പ്ലസ് ഓർ മൈനസ് 40. ഫോക്കസ് ആണ് 40 കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്ന് വേറൊരു വാല്യൂ കിട്ടി. സിയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 4 ആണെന്നും കിട്ടി. ഇനി നമുക്ക് എന്താ കാണുന്നത്? ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എലിപ്സിന്റെ ഇക്വേഷൻ കാണണം. അതിന് എലിപ്സിന്റെ ഇക്വേഷനിൽ മേജർ ആക്സിസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. മേജർ ആക്സിസിൽ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എലിപ്സിന്റെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ രണ്ട് ഇക്വേഷനിൽ ഏത് ഇക്വേഷൻ ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയേ. ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 40 എന്നാണ്. അതായത് എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് 0 ആണ്. അതായത് വൈ ആക്സിസിലല്ല അപ്പൊ എന്തുള്ളത്? ഫോക്കസ് ഉള്ളത്. ഫോക്കസ് ഏത് ആക്സിസുമലാണ്? എക്സ് ആക്സിസുമലാണ്. അതുകൊണ്ടാണ് എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ ഉള്ളതും വൈ കോർഡിനേറ്റ് എന്തായി പോയതും 0 ആയി പോയതും. അതായത് ഫോക്കസ് വരുന്നത് എക്സ് ആക്സിസുമലാണ്. എക്സ് ആക്സിസുമൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എലിപ്സ് എങ്ങനെ വരണം? ഇതിങ്ങനെ വരും അല്ലെ. അതായത് എക്സ് ആക്സിസ് തന്നെയാണ് മേജർ ആക്സിസ് ആയിട്ട് വരുന്നത്. ഫോക്കസ് എക്സ് ആക്സിസുമലാണെങ്കിൽ ഇക്വേഷൻ, എലിപ്സിന്റെ ഇക്വേഷൻ x²/a². വലിയ വാല്യൂ വരുന്നത് എന്തുമലായിരിക്കണം? അപ്പൊ എക്സുമലായിരിക്കണം. പ്ലസ് y²/b² ഈക്വൽ ടു 1. ഓക്കെ ആണല്ലോ. ഇതാണ് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനിൽ എയുടെ വാല്യൂ കൊടുക്കണം, ബിയുടെ വാല്യൂ കൊടുക്കണം. പക്ഷെ നമുക്ക് അതിന്റെ വാല്യൂ മാത്രമേ അറിയുള്ളൂ, എയുടെ വാല്യൂ മാത്രമേ അറിയുള്ളൂ. ഇനി എന്ത് കണ്ടുപിടിക്കാനുണ്ട്? അപ്പൊ ബിയുടെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാലേ ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അതിന് നമുക്ക് എയും സിയും അറിയാമെങ്കിൽ എന്തറിയാം? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? C² ഈക്വൽ ടു A² മൈനസ് B² എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് അറിയായിരുന്നു അല്ലെ. അതിൽ C² എന്ന് പറയുമ്പോ 4² ഈക്വൽ ടു A² എന്ന് പറയുമ്പോ 5² മൈനസ് B² എന്ന് വരും. ഈ മൈനസ് B² അങ്ങോട്ടും കൊണ്ടുപോകാം, 4² അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പൊ എന്താവും? B² നെഗറ്റീവ് ആണ്, ഇങ്ങോട്ട് വന്നപ്പോ പോസിറ്റീവ് ആയി. 5² മൈനസ് 4² എന്ന് വരും. ഓക്കെ അല്ലെ. 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ 25 മൈനസ് 16 വരും. അതായത് B² ഈക്വൽ ടു 25 മൈനസ് 16 കിട്ടും. ഇത് കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 9 കിട്ടും. അതായത് B² എന്ന് പറയുന്നത് 9 ആണെന്ന് കിട്ടും. ഇതിന്ന് B കണ്ടുപിടിക്കണമെങ്കിൽ √9 എന്ന് വരും. അതായത് എത്ര എന്ന് കിട്ടും? പ്ലസ് ഓർ മൈനസ് 3 ആണ് കിട്ടുക ബിയുടെ വാല്യൂ. അപ്പൊ എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കിട്ടിയാൽ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ x²/a² എന്ന് പറയുന്നത് എത്രയാവും? 5² പ്ലസ് y²/3² ഈക്വൽ ടു 1 എന്നുള്ളതാണ് എന്ത്? ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Okay, find the center, focus, vertices, eccentricity, length of lattice rectum, length of transverse axis and conjugate axis of hyperbola. ഇവിടെ എന്താണ് പറയുന്നത്? ഹൈപ്പർബോളയാണ് തന്നേക്കുന്നത് അല്ലെ. ഹൈപ്പർബോളയുടെ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, x square by 16 minus y square by 9 equal to 1. ഓക്കെ, ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, x square by a square minus y square by b square equal to 1. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ഹൈപ്പർബോളയുടെ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? y square by a square minus x square by b square equal to 1. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഹൈപ്പർബോളയിൽ ഇക്വേഷൻ മാറുന്നത് എവിടെ വെച്ച് ഏത് മാത്രമാണ്? ന്യൂമറേറ്റേഴ്സ് മാത്രമേ മാറുള്ളൂ, ഡിനോമിനേറ്റേഴ്സ് എന്ത് ചെയ്യില്ല, മാറൂല. ഓക്കെ ആണല്ലോ. ഈ എലിപ്സിന്റെ ഇക്വേഷനും ഹൈപ്പർബോളിന്റെ ഇക്വേഷനും കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഹൈപ്പർബോളയിൽ എന്താണ്? ഇവിടെ നെഗറ്റീവ് ആണ്, മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ എലിപ്സിൽ എന്തായിരിക്കണം? അവിടെ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് x square by a square minus y square by b square equal to 1 എന്നാണ് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനില് ആദ്യത്തെ വാല്യൂ എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ഫോക്കസിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം x ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഫോക്കസ് ഏത് ആക്സിസിലാണ്? x ആക്സിസിലാണ്. അപ്പൊ എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് C0 കിട്ടും. വെർട്ടെക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ഓർ മൈനസ് A0 എന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് C സ്ക്വയർ ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നാണ്. എലിപ്സിൽ എന്തായിരുന്നു? A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്നായിരുന്നു. ഇവിടെ ഹൈപ്പർബോളയില് C സ്ക്വയർ ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്നാണ്. ഇനി അടുത്തത് എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റ് ഉണ്ടായിരുന്നു 2b സ്ക്വയർ ബൈ a. ഇതിലൊന്നും ഡിഫറൻസ് ഇല്ല, എല്ലാം സെയിം തന്നെയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസും ഉണ്ട്, അതേപോലെ ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസും ഉണ്ട്. നമ്മൾ എലിപ്സിൽ മേജർ ആക്സിസ് മൈനർ ആക്സിസ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ട്രാൻസ്വേഴ്സ് ആക്സിസും അതേപോലെ കോൺജുഗേറ്റ് ആക്സിസും. അവിടെ മേജർ ആക്സിസ് എന്താണോ പറഞ്ഞത് അതിന് പകരമാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇക്വേഷനിൽ ഒന്നും മാറ്റില്ല, 2a എന്ന്. അവിടെ മേജർ ആക്സിസ് എന്നുള്ളതിന് പകരം ഇവിടെ എന്തെന്ന് പറയണം? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നും അതേപോലെ ട്രാൻസ്വേഴ്സ് ആക്സിസും. അടുത്തത് എന്താണ്? ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസും. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ആണ്. അത് ഇവിടെ എന്തായിരിക്കും? 2b എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് ഫസ്റ്റത്തെ എലിപ്സിന്റെ ഇക്വേഷൻ. ഇവിടെ എലിപ്സിന്റെ ഇക്വേഷനിൽ എന്തെങ്കിലും മാത്രമേ വരുള്ളൂ, ന്യൂമറേറ്റർ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താവും? ന്യൂമറേറ്ററും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ അങ്ങോട്ട് മാറും. അപ്പൊ എന്താവും? y സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് x സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഏതാണ്? y ആക്സിസ് ആണ് അല്ലെ. y ആക്സിസിലാകുമ്പോ ഫസ്റ്റ് ഇവിടെ കിടക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ടേം എന്താണോ അതാണ് അതിന്റെ ആക്സിസിനെ സൂചിപ്പിക്കുന്നത്, അതാണ് അതിന്റെ ഫോക്കസ് വരുന്നത് കേട്ടോ. അപ്പൊ y ആണെന്ന് പറയുമ്പോ എവിടെയായിരിക്കണം ഫോക്കസ്? y ആക്സിസിലായിരിക്കണം. ഇതേപോലെ ആയിരിക്കും ഹൈപ്പർബോള വരുന്നത്. അപ്പൊ വെർട്ടെക്സ് ഫോക്കസ് എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് c എന്ന് വരും. വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് a എന്ന് വരും. പിന്നെന്താണ്? C സ്ക്വയർ ഈക്വൽ ടു എപ്പോഴും എന്തെന്നാ? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ബാക്കി വാല്യൂസിനൊന്നും മാറ്റില്ല. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 2b സ്ക്വയർ ബൈ a ആണ്. അതേപോലെ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a എന്നും ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് എന്താണ്? 2b എന്നും. എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? c ബൈ a എന്നുമാണ്. ഓക്കെ ആണല്ലോ. ആകെ എന്ത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ? ഹൈപ്പർബോളയിലാണെങ്കിൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇക്വേഷനിൽ മാറ്റങ്ങൾ വരുന്നത് ന്യൂമറേറ്റേഴ്സ് മാത്രമാണ് മാറാം. ഇനി എങ്ങനെയാണ് ആക്സിസ് ഏത് ആക്സിസ് ആണെന്ന് കണ്ടുപിടിക്കണത്, അല്ലെങ്കിൽ ഏത് ആക്സിസിലാണ് ഫോക്കസ് വരണേന്നുള്ളത് കണ്ടുപിടിക്കണത്? ഇവിടെ ന്യൂമറേറ്ററിൽ ഫസ്റ്റ് കിടക്കുന്നത് എന്താണോ വാല്യൂ അല്ലെങ്കിൽ ഏതാണോ ആക്സിസ് ഏതാണോ ടേം അതനുസരിച്ചാണ് നമ്മൾ ഫോക്കസ് പറയുന്നത്. അതായത് ഇവിടെ എക്സ് ആണ് ഫസ്റ്റ് കിടക്കുന്നതെങ്കിൽ, ഇപ്പൊ ഈ ഇക്വേഷൻ പ്രകാരം എക്സ് ആണ് ആദ്യം വന്നേക്കുന്നത് അല്ലെ. അപ്പൊ എക്സ് ആക്സിസിലായിരിക്കണം ഫോക്കസ്. വെർട്ടെക്സും എക്സ് ആക്സിസ് തന്നെ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ. രണ്ടാമത്തെ ഇക്വേഷനിൽ വൈ ആ വന്നേക്കുന്നത്. വൈയിലാണെങ്കിൽ ഫോക്കസ് വരുന്നത് വൈ ആക്സിസിലായിരിക്കും, വെർട്ടെക്സും വൈ ആക്സിസിലായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇക്വേഷൻ നോക്കട്ടാ. ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് സെന്റർ, ഫോക്കസ്, വെർട്ടിസസ്, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, കോൺജുഗേറ്റ് ആക്സിസും അതേപോലെ ട്രാൻസ്വേഴ്സ് ആക്സിസും കണ്ടുപിടിക്കണം. ഇക്വേഷൻ തന്നേക്കുന്നത് എക്സ് സ്ക്വയർ ബൈ 16 മൈനസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 എന്നാണ് അല്ലെ. ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ ബൈ 16 ഞാൻ എന്തെന്ന് എഴുതി? 4 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ 3
സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കിയേ, ഇത് ഏത് ആക്സിസിലാണെന്ന് നോക്കണം. ഹൈപ്പർബോളയാണ് അല്ലെ. ഹൈപ്പർബോള എങ്ങനെയാണ് നമ്മൾ നോക്കണം? ന്യൂമറേറ്റേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കും. ന്യൂമറേറ്ററിൽ ആദ്യം വന്നിരിക്കുന്ന ടേം എന്താണെന്ന് നോക്കും. ആ ടേമിൽ ഏതാണോ ആ വാല്യൂ അതായിരിക്കും എന്ത് അതിന്റെ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ആ ആക്സിസുമേലായിരിക്കും അതിന്റെ ഫോക്കസ് വരുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. അപ്പൊ ഇവിടെ ആദ്യം വന്നേക്കുന്നത് എക്സ് ആണ്. അപ്പൊ ഹൈപ്പർബോള എന്തായിരിക്കണം? എക്സ് ആക്സിസുമേലത്തെ ഹൈപ്പർബോള ആയിരിക്കണം. എക്സ് ആക്സിസുമേലായിരിക്കണം ഫോക്കസ് വരുന്നത്. എക്സ് ആക്സിസുമേലായിരിക്കണം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസുമേലാണെങ്കിൽ ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇങ്ങനെയാണ് വരാം. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്നിടത്താണ് എന്തോ ഉള്ളത്? 16 എന്ന് വന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ് ഉള്ളത്? എ സ്ക്വയർ 4 സ്ക്വയർ. അപ്പൊ എ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? 3 എന്നും കിട്ടും. ഓക്കെ ആണല്ലോ? എയും ബിയും കിട്ടി. നെക്സ്റ്റ് എന്ത് വേണം? ഫോക്കസ് നമുക്ക് എഴുതാം. ഫോക്കസ് എഴുതണമെങ്കിൽ ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഫോക്കസ് നോക്കിയേ, ഫോക്കസ് ഈക്വൽ ടു എക്സ് ആക്സിസിലാണെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് C0 എന്നാണ് വരാം. ഫോക്കസ് എഴുതണമെങ്കിൽ സി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എയും ബിയും നമുക്ക് അറിയുള്ളൂ. അപ്പൊ സി കാണാനുള്ള റിലേഷൻ ഉണ്ട്. സി സ്ക്വയർ ഈക്വൽ ടു എന്തായിരുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നായിരുന്നു. ഈക്വൽ ടു എയുടെ സ്ക്വയർ നമുക്കറിയാം 16 പ്ലസ് ബിയുടെ സ്ക്വയർ എത്രയാണ്? 9. 16 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 25 എന്ന് കിട്ടും. സി സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് വന്നു. സി എന്ന് പറയുന്നത് എത്രയാണ്? √25 എന്ന് കിട്ടും. അതായത് എത്രയാണ്? 5 എന്ന് വരും. അപ്പൊ സിയുടെ വാല്യൂ 5 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഫോക്കസ് എഴുതാലോ. ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് C0 എന്നാണ് വരാ. അതായത് പ്ലസ് ഓർ മൈനസ് 50 എന്ന് കിട്ടി. നെക്സ്റ്റ് ഫോക്കസ് കിട്ടിയാൽ പിന്നെ എന്ത് വേണം? വെർട്ടെക്സ് കാണണം. വെർട്ടെക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് A0 എന്നാണ്. എക്സ് ആക്സിസിലായതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് A0 എന്ന് വരും. അതായത് പ്ലസ് ഓർ മൈനസ് എയുടെ വാല്യൂ എത്രയാണ് കിട്ടിയേക്കണം? 4 0 എന്ന് വരും. നെക്സ്റ്റ് എസെൻട്രിസിറ്റി ഇ എന്ന് പറയുന്നത് C ബൈ A ആണ്. C എന്ന് പറയുന്നത് 5, A എന്ന് പറയുന്നത് 4. അപ്പൊ 5/4 എന്ന് കിട്ടും. നെക്സ്റ്റ് എന്തായിരുന്നു? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 2b സ്ക്വയർ ബൈ A എന്നാണ്. അതായത് 2 ഇൻറ്റു ബിന്റെ സ്ക്വയർ എത്രയായിരുന്നു? ബി സ്ക്വയർ എന്ന് പറയുന്നതാണ് 9 അല്ലെ. അപ്പൊ 9 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 4. അപ്പൊ 18/4 എന്ന് വരും. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം കഴിഞ്ഞാൽ അടുത്തത് മേജർ ആക്സിസും മൈനർ ആക്സിസ് ആണ്. അതിന് നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നും കോൺജുഗേറ്റ് ആക്സിസ് എന്നാണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. അതായത് 2 ഇൻറ്റു എയുടെ വാല്യൂ 4. 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8 എന്ന് കിട്ടും. അതേപോലെ ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. അതായത് 2 ഇൻറ്റു ബിയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പൊ 2 ഇൻറ്റു 3 ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? എല്ലാ വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള ഫോർ ദ ഫോളോയിങ് വെർട്ടിസസ്. ഇവിടെ നമുക്ക് വെർട്ടിസസും അതേപോലെ ഫോക്കസും തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞേക്കണം. അപ്പൊ വെർട്ടെക്സ് തന്നിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് 20. അതായത് വെർട്ടെക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് A0 എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലെ. അതേപോലെ ഫോക്കസ് കിട്ടിയിട്ടുണ്ട് പ്ലസ് ഓർ മൈനസ് 30 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് C0 എന്നാണ് നമ്മൾ ഫോക്കസിനെ പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കിട്ടി എയുടെ പ്ലേസിൽ ആരെ കിടക്കണം? 2. അപ്പൊ എയുടെ വാല്യൂ എന്താണ്? 2 ആണെന്ന് കിട്ടി. അതേപോലെ സി എന്ന് പറയുന്നിടത്ത് എന്താണുള്ളത്? 3 ആണ്. അപ്പൊ സിയുടെ വാല്യൂ 3 ആണെന്ന് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. ഇനി ഇവിടെ നോക്കിയേ, ഇത് നോക്കിയിട്ട് എന്ത് നോക്കണം? തന്നിരിക്കുന്നത് ഫോക്കസ് വരുന്നത് ഏത് ആക്സിസുമലാണെന്ന് നോക്കണം അല്ലെ. അതായത് ഇവിടെ y കോർഡിനേറ്റ് 0ഉം x കോർഡിനേറ്റിനാണ് വാല്യൂ ഉള്ളത്. x കോർഡിനേറ്റ് ഇനി വാല്യൂ ഉണ്ടെങ്കിൽ ഫോക്കസ് വരുന്നത് ഏത് ആക്സിസുമലാണ്? x ആക്സിസുമലാണ്. അതായത് ഹൈപ്പർബോള എങ്ങനെ വരും? x ആക്സിസ് എന്ന് പറയുമ്പോൾ അതാ ഇതേപോലെ വരണം. എക്സ് ആക്സിസും വരണമെങ്കിൽ ഹൈപ്പർബോളയുടെ ഇക്വേഷനിൽ ആദ്യം അപ്പൊ എന്ത് വരണം? എക്സ് വരണം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതായിരിക്കണം ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനിൽ എന്തിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എ സ്ക്വയറിന്റെ വാല്യൂ ബി സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് ബി സ്ക്വയറിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 2 ആണ്. പക്ഷെ ബിയുടെ വാല്യൂ അറിയോ? ഇല്ല. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ബിയുടെ വാല്യൂ കാണണം. ബിയുടെ വാല്യൂ കാണാനുള്ള റിലേഷൻ ആണ് എന്ത്? സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ഇനി എ സ്ക്വയർ എന്ന് സി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് 3. അപ്പൊ 3 സ്ക്വയർ, എ എന്ന് പറയുന്നത് 2, അപ്പൊ 2 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4 പ്ലസ് ബി സ്ക്വയർ എന്നാവും. ബി സ്ക്വയർ ആണെങ്കിൽ ഈ 4ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ 9 മൈനസ് 4 ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് കിട്ടും. ബി സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 മൈനസ് 4 ആണ്. അതായത് 5 ഈക്വൽ ടു 5 ആണ് എന്ന് പറയുന്നത് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. ബി സ്ക്വയറിന്റെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. എ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ഇതിൽ നമുക്ക് എന്തെന്ന് എഴുതാം? എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണെന്നും കിട്ടും. അപ്പൊ വാല്യൂസ് കൊടുക്കുക. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം എന്ത് കൊടുക്കുക? 4 കൊടുക്കുക. 4 മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പകരം എന്ത് കൊടുക്കണം? 5 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ഈ തന്നിരിക്കുന്ന എലിപ്സിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞേക്കണത്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എല്ലാ സെക്ഷൻസിന്റെ, അതായത് കോണിക് സെക്ഷന്റെ സർക്കിളും പരാബോളയും എലിപ്സും ഹൈപ്പർബോളയും, ഈ 4 കോണിക് സെക്ഷൻസിന്റെയും എന്ത് പഠിക്കുക? ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക. ഇക്വേഷൻ പഠിച്ചാൽ നല്ല എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഓരോ ക്വസ്റ്റ്യനും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. താങ്ക് യു.